ഒരു 30-40 വയസ്സിനിടയിലുള്ളവർ നേരത്തെ തന്നെ അണപ്പല്ലുകൾ എടുക്കുമ്പോൾ ഒരു 10 വയസ്സ് കൂടുതലായിട്ട് തോന്നിക്കാറുണ്ട്. ഒരാളുടെ ഭംഗി ഇവാലുവേറ്റ് ചെയ്യുന്ന റൂളാണ് ഗോൾഡൻ റേഷ്യോ. ഞാനൊരു അളവ് പറഞ്ഞു തരാം. ഇതിൽ ഈ നെറ്റിയുടെ ഈ അളവും, മൂക്ക് വിരൽ ഈ അളവും, താടി വിരൽ ഈ അളവും, ഇത് മൂന്നും ഈക്വൽ ആയിട്ടാണ് നമ്മൾ 3 റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 റേഷ്യോയിൽ 2 റേഷ്യോ നമ്മുടെ ജീവിതാവസാനം വരെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നൊരു റേഷ്യോസ് ആണ്. ഇതിൽ വ്യത്യാസം വരുന്നത് 3rd റേഷ്യോ, അതായത് ചുണ്ടിന്റെ മുകൾ ഭാഗം തൊട്ട് താടി വരെയുള്ള റേഷ്യോ. ഈ റേഷ്യോയ്ക്ക് ചേഞ്ച് വരാൻ കാരണം നമ്മുടെ പല്ലുകളാണ്. അണപ്പല്ലുകൾ നേരത്തെ തന്നെ എടുക്കുമ്പോൾ ചുണ്ടിന്റെ മുകൾ വശം തൊട്ട് താടി വരെയുള്ള ലെങ്ത് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗോൾഡൻ റേഷ്യോയിൽ നല്ല വേരിയേഷൻസ് ഉണ്ടാക്കുകയും കൂടുതലായിട്ട് ഏജിങ് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരണപ്പല്ലല്ലേ 2 അണപ്പല്ലല്ലേ എന്ന് പറഞ്ഞ് മിക്കവരും പല്ലെടുത്ത് കളയാറാണ് ചെയ്യുന്നത്. ഇതുമൂലം നമ്മുടെ ചുണ്ടിന്റെ മുകൾ വശം തൊട്ട് താടി വരെയുള്ള ഈ ലെങ്ത്തിന് അഥവാ വെർട്ടിക്കൽ ഡയമെൻഷൻ കുറഞ്ഞു വരുന്നത് മൂലം കൂടുതലായിട്ട് ഏജിങ് നമുക്ക് തോന്നിപ്പിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, ഈ ഒരു ചേഞ്ച് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കേടുകൂടിയ പല്ലുകൾ റൂട്ട് കനാൽ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് നിലനിർത്താൻ നോക്കുക. അഥവാ ഇനി എടുക്കേണ്ടി വന്നാൽ പല്ലുകൾ റീപ്ലേസ് ചെയ്യുക ഉടനെ തന്നെ.